എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെക് പാർട്ട് 5 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബേപ്പൂർ സുൽത്താന്റെ കൃതികളെ കുറിച്ചാണ് കേട്ടോ. സെറ്റ് നെറ്റ് എക്സാമിൽ സാധാരണയായി ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃതികളിലെ ഏതെങ്കിലും വരികൾ തരും, എന്നിട്ട് ഇത് ഏത് കൃതിയിൽപ്പെട്ടതാണ് എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. കമ്മ്യൂണിസം പഷ്ടാം ക്ലാസ് എന്ന പരാമർശം ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉള്ളത്? ഏത് കൃതിയിലാണ്? 1943 പുറത്തിറങ്ങിയ പ്രേമലേഖനം എന്ന കൃതിയിലാണ്. ഈ കൃതിയിലെ കഥാപാത്രത്തിന്റെ പേരാണ് ആകാശമിഠായി. കേശവന്റെയും സാറാമ്മയുടെയും മകൾക്ക് അവർ ഇടുന്ന പേര് ആകാശമിഠായി എന്നാണ്. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന പരാമർശം വരുന്നത് ഏത് കൃതിയിലാണ്? എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടാർന്ന് എന്ന കൃതി 1951 പ്രസിദ്ധീകരിച്ചത്. അതിലെ കഥാപാത്രമാണ് നിസാർ അഹമ്മദ് കുഞ്ഞി പാത്തുമ്മ. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഒരു ഏട് എന്ന് MB പോൾ ബഷീറിന്റെ ഏത് കൃതിയെ പറ്റിയാണ് പറഞ്ഞത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബാല്യകാലസഖി 1944. ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വല്യ ഒന്ന് എന്ന സംഭാഷണം വരുന്നതും അദ്ദേഹത്തിന്റെ ബാല്യകാലസഖി എന്ന നോവലിലാണ്. ജമീല ബീബിയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന സംഭാഷണം വരുന്നത് ബഷീറിന്റെ ഏത് കൃതിയിലാണെന്നറിയാമോ? പൂവമ്പഴം. പൂവമ്പഴം എന്ന പേരിൽ കഥ എഴുതിയത് ആരൊക്കെ? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരൊക്കെയാണെന്നറിയാമോ? സക്കറിയ, മാധവിക്കുട്ടി, ബഷീർ, കാരൂർ. ഇവർ 4 പേരാണ് പൂവമ്പഴം എന്ന പേരിൽ കഥ എഴുതിയത്. ഭാർഗവിക്കുട്ടി, തമ്മിൽ പരിചയമില്ല, ഞാനിവിടെ താമസിക്കാൻ വന്ന ആളാണ്. ഈ സംഭാഷണം ബഷീറിന്റെ നീല വെളിച്ചം എന്ന നോവലിൽ നിന്നാണ്. ഇതാണ് ഭാർഗവീ നിലയം എന്ന സിനിമയാക്കിയത്. മൊത്തത്തിൽ പെൺമക്കൾ, അവർ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ശരി, കഴിയുന്നത്ര വേഗത്തിൽ അവരെ ഒന്നടങ്കം വധിച്ചു കളയുക. ഈ വരികൾ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, ഒറ്റക്കണ്ണൻ പോക്കർ, സൈനഭ, പൊൻകുരിശു തോമ, ആനവാരി രാമൻ നായർ, മണ്ടൻ മുത്തപ്പ, ചരിത്രകാരൻ എന്നിവരൊക്കെയാണ് അതിലെ കഥാപാത്രങ്ങൾ. പറമകനെ, പെൺമക്കളെ ഒന്നിനെയെങ്കിലും ജീവനോടെ വച്ചേക്കാമോ? ഇതും മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ വരികളാണ്. 500 കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സർവ്വ ജന്തുക്കളെയും പക്ഷികളെയും എല്ലാം മനുഷ്യൻ കൊന്നൊടുക്കും. മരങ്ങളെയും ചെടികളെയും കൊന്നൊടുക്കും. മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും. എന്നിട്ട് ഒന്നടങ്കം ചാകും. ഇത് ആരുടെ വാക്കുകൾ? ബഷീർ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെ പറയുന്ന വാക്കുകളാണിത്. അപ്പോൾ സംഭാഷണങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. ബൈ.